ഹൈദരാബാദിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ചാർമിനാർ എല്ലാവർക്കും അറിയാം. എന്നാൽ അധികം ആരും അറിയാത്ത ഒരു പുരാതനമായ ഒരു മസ്ജിദാണ് ഏക് മിനാർ മസ്ജിദ്. ഇന്നത്തെ നമ്മുടെ വെള്ളിയാഴ്ചത്തെ നമസ്കാരം നമ്മൾ താമസിക്കുന്ന റൂമിനടുത്ത് തന്നെയുള്ള ഏക് മിനാർ മസ്ജിദിലാണ്. ഒരൊറ്റ മിനാരം മാത്രമുള്ളതിനാലാണ് ഏക് മിനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏക് മിനാർ മസ്ജിദിന്റെ അകത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ പുറം ഭാഗത്ത് മിനാരമായി കാണുന്നത്. വളരെ നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു മസ്ജിദാണിത്. ഇവിടെ ജുമാ നിസ്കാരം നിർവഹിച്ച് നമ്മൾ പുറത്തിറങ്ങി. ഇന്നാണ് അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയുടെ ഗ്രാൻഡ് ഇഫ്താർ. ആളുകളെ ഇഫ്താറിലേക്കായി ക്ഷണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരസ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നോമ്പുതുറ അസദുദ്ദീൻ ഒവൈസിയുടെ കൂടെ ആകാമെന്ന് കരുതി ഇവിടെ നിന്നും കുറച്ചകലെയായി ഗ്രൗണ്ടിൽ വെച്ചാണ് നോമ്പുതുറ നടത്തപ്പെടുന്നത്. അസ്ര നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. പോകുന്ന വഴിയുടെ ഇരുവശവും ഇഫ്താർ പാർട്ടിയുടെ പരസ്യങ്ങളാണ്. ഇഫ്താർ പാർട്ടിക്കായി വമ്പൻ സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആളുകൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പരസ്യവാചകമായ ഗ്രാൻഡ് ഇഫ്താർ എന്ന തലക്കെട്ട് അന്വർത്ഥമാക്കുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. 5:30 തന്നെ ആദ്യ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഫ്രൂട്ട്സും ചെറുകടികളും ഹലീമുമാണ് ഇവിടെ ആദ്യ നോമ്പ് തുറക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കാണുന്നതെല്ലാം രണ്ടാമത് നോമ്പ് തുറക്കാനുള്ള ഹൈദരാബാദി ബിരിയാണി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. വളരെ പെട്ടെന്നാണ് ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നതും നോമ്പ് തുറക്കായുള്ള സീറ്റുകൾ ഓരോന്നായി സ്വന്തമാക്കുന്നതും. നോമ്പുതുറക്കായി പ്രധാന അതിഥികളായി എത്തിയിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസി, അദ്ദേഹത്തിന്റെ സഹോദരൻ അക്ബറുദ്ദീൻ ഒവൈസി, അതുപോലെ ക്രിക്കറ്റ് താരം മുഹമ്മദ് സിറാജ് എന്നിവരാണ്. ഈ ഒരു നോമ്പുതുറയുടെ സംഘാടകർ വളരെ മനോഹരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റിയത് നോമ്പ് തുറക്കുമ്പോൾ ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഓരോരുത്തർക്കായി എറിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ നോമ്പ് തുറക്കായിട്ട് ഒരുക്കിയ ഈ ഒരു പക്കാവട വളരെ രുചികരമാണ്. ഇത്രയും അധികം ആളുകളുടെ നോമ്പ് തുറ കഴിഞ്ഞിട്ടും ഇനിയും ഒരുപാട് ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള സാധന സാമഗ്രികൾ ഇവിടെ ബാക്കിയാണ്. ഇത്രയും അധികം ആളുകളുടെ ഇടയിലൂടെ ബിരിയാണി വാങ്ങിച്ചെടുത്ത് കഴിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കില്ലാത്തതിനാൽ ഈ ഒരു ശ്രമം ഉപേക്ഷിച്ച് ഞങ്ങൾ മടങ്ങി.